അസ്സാം വലൈക്കും. നമ്മുടെ സമസ്തയുടെ 100-ാം വാർഷികം അന്താരാഷ്ട്ര സമ്മേളനം നടന്ന ഗ്രൗണ്ടാണ് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ഗ്രൗണ്ട് ഇപ്പോൾ ഒന്നുമില്ല, ആൾക്കാരൊന്നുമില്ല. എന്നിരുന്നാലും ഇവിടുത്തെ ഈ വോളണ്ടിയേഴ്സിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ. അത്രത്തോളം ഇവിടെ ഒരു വേസ്റ്റ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ തിങ്ങി നിറഞ്ഞില്ല ഏരിയ ആയിരുന്നു. ഇതാണ് നമ്മളെ ശംസുൽ ഉലമ കവാടം ഉണ്ടായിരുന്ന ഏരിയ. ഇപ്പോൾ നിലവിലിതാ ആ പന്തൽ ഭാഗമൊക്കെ പൊളിച്ചിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രൗണ്ട് നോക്കിയാൽ ഒരു വേസ്റ്റ് പോലും നമ്മൾ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഈ റോഡെല്ലാം തിങ്ങി നിറഞ്ഞ് കവിഞ്ഞ ഒരു സമ്മേളനമായിരുന്നു. നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് ഈ കുണിയയിൽ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിളിച്ച് വന്നത് കേട്ടോ. അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തവരും ഇവിടെ ഈ സമ്മേളനം കൂടാൻ വന്നവർക്കൊക്കെ അതൊരു ഓർമ്മ തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ 100-ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇനി 100-ാം വാർഷികം കഴിയണം, 100 വർഷം കഴിയണം. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ അതുവരെ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല ആരും. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയത് എല്ലാവർക്കും ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മളെ തലയെടുപ്പോട് നിൽക്കുന്ന കുണിയ കോളേജാണ് കാണുന്നത് കേട്ടോ. ഈ കോളേജിൻ്റെ ഈ സ്ഥലം നമ്മൾ സമസ്തയ്ക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്താൻ വിട്ടു നൽകിയത് ഇബ്രാഹിം ഹാജിക്കാണ്. ആ മനുഷ്യന് ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല അവർ ഈ സ്ഥലം വിട്ടു നൽകിയത്. സമസ്തയോടുള്ള ദീനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് ഈ സ്ഥലം വിട്ടു നൽകിയത്. കൂടാതെ 45 ഏക്കറോളം സ്ഥലം ഇവർ നമ്മുടെ സമസ്തയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. സമസ്തയുടെ പള്ളിയും കോളേജും സമസ്തയുടെ ഒരു സെൻറ്റർ തന്നെ വരാൻ പോകുന്ന സ്ഥലം കുണിയിലാണ്. അതിനു വേണ്ടിയിട്ട് സംഭാവന കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം ഹാജിക്ക.